ഇതിലൊരു എക്സ്പെൻസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഫസ്റ്റ് തന്നെ ന്യൂ എക്സ്പെൻസ് വൗച്ചർ എന്ന് പറയുന്ന ഇത് ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് അതില് എക്സ്പെൻസ് ടൈപ്പ് എന്താണെന്നുള്ള സെലക്ട് ചെയ്യാം. ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് ആണോ അതോ ഇപ്പൊ എന്തെങ്കിലും ഫേർണിച്ചേഴ്സ് അങ്ങനത്തെ എന്തെങ്കിലും സാധനം വാങ്ങിയതാണെന്നുണ്ടെങ്കിൽ അത് ഫിക്സ്ഡ് അസറ്റ് അല്ലെങ്കിൽ ക്യാപിറ്റലൈസ്ഡ് മിസലേനിയസ്. ഇവിടെ എന്ത് സെലക്ട് ചെയ്യുന്നോ അതനുസരിച്ചിട്ട് ഇവിടെ ഉള്ളത് മാറും. ഇപ്പൊ ഇവിടെ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസസ്, കമ്മീഷൻ ഓൺ സെയിൽസ്, ഡെപ്രിസിയേഷൻ, എന്റർടൈൻമെന്റ് എക്സ്പെൻസസ്, എക്സ്ചേഞ്ച്, ഫ്രൈറ്റ് ഫോർവേഡ്, അങ്ങനെ ഓപ്ഷൻസ് കാണാം. ഇനിയിപ്പോ ഇതിന് പകരം ഫിക്സ്ഡ് അസറ്റ് ആണ് സെലക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ ഓപ്ഷൻസ് ചേഞ്ച് ആവും. എ സി, അക്യുമുലേറ്റഡ് ഡെപ്രിസിയേഷൻ, ബിൽഡിംഗ്, ക്യാപിറ്റൽ എക്യുപ്മെന്റ്സ്, CCTV, ഇലക്ട്രിക്കൽ ഫിറ്റിംഗ്സ്, ഫർണിച്ചേഴ്സ്, ഹ്യൂമിഡിഫയർ, അങ്ങനെ കാണാം. ഇനി ക്യാപിറ്റലൈസ്ഡ് മിസലേനിയൽസ് അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ അതിൽ രജിസ്ട്രേഷൻ റിലേറ്റഡ് എക്സ്പെൻസുകളുടെ ഇത് കാണാം. ഇനിയിപ്പോ ഇതിലിപ്പോ നമ്മൾ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് എടുത്തിട്ട് നമുക്ക് ഇതിൽ ആവശ്യമുള്ളത് കാരണം ഇല്ല എന്നുണ്ടെങ്കിലും ഇവിടെ ജസ്റ്റ് ഒരു ക്രിയേറ്റ് ന്യൂ അക്കൗണ്ട് കൊടുത്തിട്ട് ഇവിടെ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്താൽ മതി. അപ്പൊ ഈ പാരന്റ് അക്കൗണ്ട് എടുത്തിട്ടുണ്ടെങ്കിൽ അതിന് ഇതിലൊരെണ്ണം സെലക്ട് ചെയ്യാം. ഏതാന്ന് വെച്ചാൽ സെലക്ട് ചെയ്തിട്ട് പിന്നെ ഇവിടെ അതിന് പേര് കൊടുക്കാം. ഇത് കൊടുക്കണം നിർബന്ധമില്ല. അസറ്റ് ആണോ അതോ ഏതെങ്കിലും ലയബിലിറ്റീസ് ആണോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കറക്റ്റ് കൊടുക്കാം. അതിനുശേഷം ലിസ്റ്റ് ടാക്സ് റേറ്റ് ഒന്നും കൊടുക്കണം നിർബന്ധമില്ല. സേവ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഇവിടെ വരും. ഇപ്പൊ നമുക്ക് തൽക്കാലം അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസ് നമുക്ക് കൊടുക്കാം. എന്നിട്ട് ക്രെഡിറ്റ് അക്കൗണ്ട് ഏതിൽ നിന്നാണ് പേ ചെയ്തിട്ടുള്ളത് കൊടുക്കാനുള്ളത്. അതായത് അഹോയ് ക്യാഷ്, അതായത് അഹോയിൽ നിന്ന് എടുത്ത ക്യാഷ് ആണെന്നുണ്ടെങ്കിൽ അങ്ങനെ, അഹോയിലത്തെ HDFC ബാങ്കിൽ നിന്നാണ് അങ്ങനെ, കൊട്ടാക്കിൽ നിന്നാണ് അങ്ങനെ, പിന്നെ അസ്ലജിന്റെ കാർഡിൽ നിന്നാണെങ്കിൽ അങ്ങനെ കൊടുക്കാം. ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ അതിൽ നിന്നാണ് നമ്മൾ ഈ പേയ്മെന്റ് ചെയ്തത് എന്നുള്ളത് ട്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇപ്പൊ എന്തെങ്കിലും ബില്ലോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന്റെ ഡീറ്റെയിൽസ് ഇവിടെ കൊടുക്കാം. ഇത് നിർബന്ധമൊന്നുമല്ല, ഓപ്ഷണൽ ആണ്. എന്നിട്ട് ബില്ല് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിവിടെ അറ്റാച്ച് ചെയ്യാൻ ചെയ്യും. വേറെ എന്തെങ്കിലും ഡിസ്ക്രിപ്ഷൻ കൊടുക്കണമെങ്കിൽ ഇവിടെ കൊടുക്കാം. ഇതാണ് ബേസിക്കലി ഈ എക്സ്പെൻസ് വൗച്ചർ ഉണ്ടാക്കുന്ന പ്രോസസ്സ്. പിന്നെ ഉള്ളത് ഓരോ പാർട്ട്നേഴ്സിനും ഓരോന്നിന്റെയും ഇത് കാണും. പേയ്മെന്റ് റിപ്പോർട്ടുകളും കാര്യങ്ങളും കാണാനായിട്ട് ഇവിടെ നോക്കാം. ഇത് അഹോയിലിന്റെ ഇതിൽ നിന്ന് പേ ചെയ്തതായിട്ട് അങ്ങനെ കാണിക്കും. ഇപ്പൊ അസ്ലജിന്റെ കയ്യിൽ നിന്ന് പേ ചെയ്താണെങ്കിൽ ഇവിടെ അസ്ലജിന്റേതായിട്ട് കാണിക്കും. ഇപ്പൊ നമ്മൾ ഇത് ക്രിയേറ്റ് ചെയ്യുന്നതനുസരിച്ച് ഇവിടെ വരാം. പിന്നെ ബാലൻസ് ഷീറ്റ് കാണണമെങ്കിൽ അത് ക്ലിക്ക് ചെയ്താൽ മതി. ബാലൻസ് ഷീറ്റ് ഡീറ്റെയിൽ ആയിട്ട് കാണാം. ഇവിടെ എല്ലാത്തിന്റെ എക്സ്പെൻസും ഡീറ്റെയിൽ ആയിട്ട് കാണാം. പിന്നെ നമ്മൾ നേരത്തെ ജേണൽ എൻട്രി നേരത്തെ ചെയ്തിരിക്കുന്ന എക്സ്പെൻസ് ആണ് കാണുന്നുണ്ടെങ്കിൽ ഈ ഒരു ജേണൽ എൻട്രി എടുത്താൽ മതി. ജേണൽ എൻട്രി എടുത്തു കഴിഞ്ഞാൽ അതിലിപ്പോ നമ്മൾ ലാസ്റ്റ് ഇട്ട എക്സ്പെൻസും അങ്ങനെ എല്ലാം ഡീറ്റെയിൽ ആയിട്ട് കാണാം. ഇവിടെ ഇതൊരു 500 ആക്കി കഴിഞ്ഞാൽ എല്ലാം ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു ഇതുവരെ ആഡ് ചെയ്തിട്ടുള്ളത്. അതന്നെ ഉള്ളു മെയിനായിട്ട്.